തീർച്ചയായിട്ടും അതിന്ന് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. ആൽക്കഹോളിക്സ് അനോണിമസിൽ എന്നെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ അതിന്റെ ജീവിത രീതിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. അത് എന്ത് തന്നെയാണെങ്കിലും അത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തിൽ തന്നെയാണ്. എന്തെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകതകൾ എൻ്റെ അടുത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് ക്ഷമിക്കണമെന്ന എന്റെ മനസ്സിലാക്കലിന്റെ കുറവ് കൊണ്ടാണെന്ന് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാഹിത്യത്തിന്റെ, അല്ലെങ്കിൽ അത് ഞാൻ വായിച്ച് എന്റെ അറിവിന്റെ കുഴപ്പമാണ്, എന്റെ സ്പോൺസർക്കോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനോ തന്നെ അതിന്റെ ഉത്തരവാദിത്തമില്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ ആത്മീയതയിലേക്കുള്ള പാതകൾ ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്ന, എപ്പോഴും കേൾക്കുന്ന ആത്മീയതയെക്കുറിച്ച് ഇന്നലെ അതിന്റെ കൺക്ലൂഷനിലേക്കാണ് ഞാൻ പോയത്. ആ ബൈബിൾ, ഖുറാൻ, താൽമൂദ് എന്ന് തുടങ്ങിയ എയുടെ മീറ്റിങ്ങിൽ അത്തരം കാര്യങ്ങളെ പരാമർശിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഉദ്ധരണി, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ഉദ്ധരണി എന്റെ ഷെയറിങ്ങിന്റെ ഭാഗമാണെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ മടിക്കേണ്ട, അതല്ല അതെന്റെ അനുഭവമല്ല എന്നുണ്ടെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. അവിടെയൊക്കെ വിവേകമാണ് പറയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളിക്സ് അനോണിമസ് മതപരമായ ഒന്നല്ല എന്ന് കൃത്യമായിട്ട് ഇതിനു മുന്നേ ഉള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് വ്യക്തമാക്കി തന്നു. അതിനെ പൂർണ്ണമായിട്ടും അതിലേക്ക് കൊണ്ടുവരികയാണ്. ആത്മീയമായ നിരവധി അനുഭവങ്ങൾ ബിഗ് ബുക്കിലൊക്കെ പറയുമ്പോഴും അവിടെയൊക്കെയുള്ള അനുബന്ധം ഇന്നലെ ഞാൻ വായിച്ചു. ലാസ്റ്റ് ഉണ്ടായിരുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 214 അനുബന്ധം, എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പേര് വീണ്ടും വീണ്ടും ഈ ഒരു പ്രോഗ്രാമിൽ, റിക്കവറി പ്രോഗ്രാമിൽ വന്നത് എന്ന് പറയാണ്. അപ്പോ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങാം. നമ്മിൽ പലർക്കും സുബോധം ഒരു സമ്മാനമാണ്. സ്വമേധയാ സൗജന്യമായി കിട്ടി, സൗജന്യമായി സ്വീകരിച്ചു. സുബോധം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ സുബോധം കിട്ടുന്നത്. ഇന്നത്തെ ആ ഒരു പ്രചരണങ്ങളിലൊക്കെ നമ്മളോട് 12ാമത്തെ പടിയിലെ സമയത്തൊക്കെ പറയുന്നുണ്ട്, വളരെ ഒരാളെയും വിധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നീ അവിടെ ആ മദ്യാസക്തനായ ആളുടെ മുന്നിൽ പോയിട്ട് നീ ഒരു വിധികർത്താവ് ആവുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ആ പരിപാടിയിൽ ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് കിട്ടിയ സുബോധം എന്തൊക്കെയോ എവിടുന്നൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ടാ. വളരെ കഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഇതൊക്കെ അറിവുണ്ടായിട്ട് ആ അറിവുകളൊന്നും നമുക്ക് വിനിയോഗിക്കാൻ പറ്റാണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും മദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയോ ഒരു ഭാഗ്യം നമ്മളെ വന്ന്, അവിടെയാണ് ഈ ഒരു സ്പിരിറ്റിൽ നിന്ന് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം. അതവിടെ സൗജന്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ നമ്മുടെ ഭാഗം അത് നിലനിർത്തുന്നതിനായിട്ട് ചെയ്യണം എന്നാണ്. കാരണം ഈ കിട്ടിയ സുബോധം നമുക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അത് നിലനിർത്തുന്നതിനായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ മാത്രമാണ് ആ സുബോധം നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. കാരണം മദ്യപാനമൊക്കെ നിർത്തി മുന്നോട്ട് പോകുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ വരും. മദ്യാസക്തനായ ഒരു മനസ്സാണെങ്കിൽ മദ്യപാനാസക്തി എന്ന് പറയുന്നത് രോഗത്തിന്റെ ഒരു ലക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് വീണ്ടും പ്രശ്നങ്ങൾ വരും. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മഹത്വം. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് കണ്ടിന്യൂൻസ് ആണ്, അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് ഒരു അനുഭവത്തിലേക്കാണ് വരുന്നത്. ഞാൻ ഇപ്പോഴും ആജ്ഞേയവാദിയാണ്. ഇന്നലെ നമ്മൾ ആജ്ഞേയവാദി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത, അല്ലെങ്കിൽ അതുണ്ടോ ഇല്ലയോ എന്നത് എന്റെ വിഷയമല്ല എന്ന് പറയുന്ന ആജ്ഞേയവാദ ചിന്തകളുള്ള, ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന നമ്മുടെ ഇതില് ബിഗ് ബുക്കിലുള്ള അധ്യായം, അതിന്റെ പേരാണ് ആജ്ഞേയവാദി എന്നുള്ളത്. അങ്ങനെ ഒരു ആജ്ഞേയവാദിയായ ഒരാളാണ് പറയുന്നത്. എന്നാൽ പ്രോഗ്രാം സ്വന്തം ജീവിതത്തിൽ അനുവദിക്കുന്ന ആർക്കും ഇത് പ്രവർത്തിക്കുമെന്ന് ഞാൻ കണ്ടെത്തി. അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെ മാറ്റുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്, ദൈവം എന്ന പദമില്ലാണ്ട് എങ്ങനെയാണ് ഇവിടെ ആഗ്നോസ്റ്റിക് ആയിട്ടുള്ള ദൈവവിശ്വാസം ഇല്ലാത്ത കുറെ നിരീശ്വരവാദികൾ ഇറങ്ങിയിട്ടുണ്ട് അത്ര, അവർ മീറ്റിംഗ് നടത്തുന്നുണ്ട് അത്ര എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ കേട്ടിട്ടുണ്ട്. ഇവിടെ എത്രയോ പേര് വിദേശങ്ങളിലുള്ള ആളുകൾ അവരുടെ ഇംഗ്ലീഷ് ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു എക്സ് എന്ന് പറയുന്ന അംഗം അദ്ദേഹം പറയാറുണ്ട്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ അവിടെ ദൈവത്തെ മാറ്റി നിർത്തി എന്ത് മനോഹരമായിട്ടാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നെക്കാൾ വലിയ ശക്തിയായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിനെയും അതിൽ അംഗങ്ങളെയും കാണാനും, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ പ്രപഞ്ചത്തിന്റെ എങ്ങനെയാണോ പ്രപഞ്ചം ഉണ്ടായത്, 3-ാം പടിയൊക്കെ അങ്ങനെയാ. തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും തന്റെ ഇച്ഛക്കനുസരിച്ചല്ല, അവിടുന്ന് അങ്ങോട്ട് ദൈവമാണ് എന്നുള്ളതിന് പകരം ആ ഇച്ഛ, എന്റെ ജീവിതം ഇത്തരത്തിൽ ഞാൻ പ്രവർത്തിച്ചാൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ ആഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ മനോഹരമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 27 വർഷം സോബറിറ്റിയുള്ള ആളുകൾ, സ്വർഗസ്ഥനായ പിതാവേ എന്ന ലാസ്റ്റ് നടക്കുന്ന പ്രാർത്ഥന നടക്കുന്നുണ്ട് ഏടം വിദേശത്തെ മീറ്റിംഗിൽ. എത്രയോ പേരുണ്ട്, മനോഹരമായ ജീവിതമാണ് അവരുടെ.
അപ്പോ അതാണ് പറയുന്നത്, നമ്മൾ ഒന്നിനും വിധിക്കാനോ ഒന്നിനെ അളക്കാനോ ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മൾ അനുവദിക്കുന്നില്ല. ദൈവികമായ പരിപാടിയാണ് ആത്മീയത എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് അവിടെ പറയുമ്പോൾ, ആത്മീയവാദിയായ ഒരാള് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെനി പാസ് ടു സ്പിരിച്വാലിറ്റി എന്ന ഇതിൽ എഴുതിയിരിക്കുകയാണ്. ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം പ്രവർത്തിക്കുന്നതാണ്. എങ്ങനെയാണ്? ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറായാൽ, ഇറ്റ്സ് വർക്ക് ഇഫ് യു വർക്ക് ഇറ്റ്. ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറായാലാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം പ്രവർത്തിക്കുക. അല്ലാണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? അത്ഭുതങ്ങൾ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാവണം. അടിസ്ഥാനപരമായി നമ്മളെ തയ്യാറാക്കുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഞാൻ ഇത് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വഴിയൊന്നും കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹം പറയാണ്, പ്രത്യേകമായിട്ടൊരു വഴിയൊന്നുമില്ല ഈ പ്രോഗ്രാം പ്രവർത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വെറുതെ നിന്ന് കൊടുത്താൽ ഈ പ്രോഗ്രാം പ്രവർത്തിക്കൊന്നുമില്ല. പക്ഷെ ഇത് പ്രവർത്തിക്കുന്നത് സ്വന്തമായി ചില കാര്യങ്ങൾ പ്രോഗ്രാമിനായി ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിന്റെ വഴിയെയാണ് എന്നാ പറയുന്നത്. പ്രോഗ്രാം ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ അതിന്റെ വഴി എങ്ങനെയാ തെളിയുന്ന? ഒന്നാമത്തെ പടിയാണെങ്കിലും, ഞങ്ങൾ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണ് എന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. എന്തൊക്കെയാണ് തങ്ങളുടെ അനിയന്ത്രിതാവസ്ഥ എന്ന് കണ്ടെത്താൻ ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്താൻ പറ്റും. അദ്ദേഹം ആത്മീയവാദിയാണോ? അവിടെ ദൈവത്തിന്റെ കാര്യമില്ല. മദ്യം ദൈവവിശ്വാസമുള്ളവനും ഇല്ലാത്തവനും, അല്ലെങ്കിൽ മറ്റ് ആഗ്നോസ്റ്റിക് ആയ ആളുകൾക്കും ദൈവമില്ല എന്ന് ശഠിക്കുന്നവനും കുറെ പോലെ മദ്യം പ്രവർത്തിക്കുന്നത്. മദ്യാസക്തനായ മനസ്സുള്ള അവന്റെ ജീവിതം താറുമാറാക്കിയിട്ടുണ്ടാവും എന്ന കാര്യത്തിന് ഒരു സംശയമില്ല. അവിടെയാണ് ആ താറുമാറാക്കിയ ജീവിതത്തെ കണ്ടെത്തുകയും തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് കഴിയില്ല. അവിടെ ആ ഞാൻ എന്ന അഹങ്കാരത്തെ ഞങ്ങളാക്കി മാറ്റുകയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്യാറായിട്ടുള്ള മാനസികമായിട്ടുള്ള വഴി ഉണ്ടാക്കണം. പ്രത്യേകമായിട്ടൊരു എന്താ പറയുക, മാജിക് ഒന്നുമില്ല അവിടെ. കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കുകയും അതിൻ്റെ ഒപ്പം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്ന അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുന്ന മീറ്റിംഗിൽ കയറുകയും വേണമെന്നാണ് പറയുന്നത്. അവിടെ പ്രത്യേകമായ വഴിയൊന്നുമില്ല. ഇത് പ്രവർത്തിക്കും ഞാൻ മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ അതിന്റെ വഴിയിലൂടെ. അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയുകയാണ്, ഇത് പ്രവർത്തിക്കും. അതൊക്കെ 18 വർഷം സോബറിറ്റി കിട്ടിയിട്ടുള്ള ഒരാളുടെ അനുഭവമാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അപ്പോഴും ഒരു ദൈവത്തിലും വിശ്വസിക്കാണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളെ വളരെ നന്നായി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എഴുതിയ അദ്ദേഹത്തിന്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാം മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്? 4ാമത്തെ പടി, കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഓരോ ഇൻവെന്ററി എടുക്കാൻ ഈ പറയുന്ന ദൈവത്തിന്റെ ഒന്നും ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾക്കും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. വളരെ കൃത്യമായിട്ട് അവർ ആ 4ാം പടി എടുക്കുകയും 5ാം പടി കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതിയിലൂടെ എല്ലാ തത്വങ്ങളും എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കാനുള്ള ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ കാഴ്ചപ്പാട് അഗ്നോസ്റ്റിക്കായ 18 വർഷം മുന്നേ, നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത് അടുത്ത ഖണ്ഡികയിൽ പറയാണ്, ആദ്യം ചെയ്യേണ്ട കാര്യം ചർച്ച ചെയ്യപ്പെടുന്ന സമൂഹത്തിൽ നിന്നും ഞാൻ രാജിവെക്കുന്നു എന്നാണ്. ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ചർച്ച ചെയ്യപ്പെടുന്ന സമൂഹത്തിൽ നിന്നും ഞാൻ രാജിവെക്കുന്നു. നമുക്കറിയാം ഇവിടെ വളരെയധികം ചർച്ചകൾ, കോഴിയാണോ കോഴിമുട്ടയാണോ ഉണ്ടായത്, നമ്മുടെ ബിഗ് ബുക്കിൽ പറയുന്ന രീതിയിൽ വളരെ അധികം ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വാട്സപ്പ് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കോ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അനാവശ്യമായ വിവാദം ഉണ്ടാകാനും തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാനും വളരെ ഈസിയാണ്. നിരവധി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ സ്പോൺസറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് എവിടെയാണ് പ്രശ്നം. ചർച്ച നമുക്ക് എവിടെയാണ് അതിന്റെ ലിമിറ്റേഷൻ, ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് മാറ്റപ്പെടുന്നത്. അപ്പൊ ആവശ്യമില്ലാത്ത ചർച്ച ചെയ്യപ്പെടുന്ന സമൂഹം, എല്ലാ കാര്യത്തിലും ചർച്ച ഉണ്ടാവും. ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്കിനെ കുറിച്ച് ഇപ്പൊ അടുത്തൊരു ചർച്ച നടന്നു. ബിഗ് ബുക്കിലെ ഭാഷ വളരെയധികം കഠിനമാണ്, അല്ലെങ്കിൽ അത് സരളമാണ്. ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഞാൻ, എന്നെ പോലെ ഒരു മദ്യാസക്തൻ നിൽക്കണോ എന്ന് ഞാൻ എന്നോട് ചോദിക്കുകയായിരുന്നു. അതിലെ കാര്യങ്ങളെ പറയുന്നത് എടുക്കുക. എന്താണ് ഇപ്പൊ ബിഗ് ബുക്ക് മലയാളം എന്നെ കൊണ്ട് മാറ്റാൻ കഴിയില്ല. അപ്പൊ ആവശ്യമില്ലാത്ത ആ ഒരു സ്വഭാവം ആൽക്കഹോളിക്കായ എനിക്ക് അതെന്താ ഉണ്ടാവുക? എന്റെ നല്ല ഒരു മുഹൂർത്തം പോവാണ്. ഞാൻ എന്റെ തെറ്റുകളെ, ഇന്നത്തെ ദിവസം ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് കണ്ടെത്തുന്നതിന് പകരം ആൽക്കഹോളിക്സ് അനോണിമസിലെ ബിഗ് ബുക്കിന്റെ ഭാഷ അത് കഠിനമാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാൻ പോയ ആർക്കാ കുഴപ്പം? എനിക്കാ കുഴപ്പം. കാരണം ബിഗ് ബുക്കിന് അവിടെ ഒന്നും സംഭവിക്കില്ല. ബിഗ് ബുക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ അതിന്റെ ലിറ്ററേച്ചർ കമ്മിറ്റിയോ മറ്റു കമ്മിറ്റികളൊക്കെ മാറ്റുമ്പോൾ അത് മാറ്റും, അല്ലെങ്കിൽ അത് മാറി വരും. ഞാൻ എന്താ ചെയ്യേണ്ടത്?
ഞാൻ അതിന്റെ തർക്കിച്ചിട്ട് അല്ലെങ്കിൽ ബിഗ് ബുക്കിന്റെ ഒഫീഷ്യൽ വക്താവായിട്ടല്ല, അതിന്റെ ഭാഷയൊക്കെ മനസ്സിലാവുന്നതാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് മറ്റാളോട് തർക്കിക്കുകയാണ്. അപ്പൊ എനിക്കെന്താ, എന്റെ എനർജി വേസ്റ്റ് ആവുകയാണ്. ഏതെങ്കിലും ഒരു കഷ്ടപ്പെടുന്ന മദ്യാസക്തനോട് ഞാൻ എങ്ങനെയാണ് എന്റെ മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത് എന്ന് പറയാൻ ആ അവസരം ഞാൻ അനാവശ്യമായ തർക്കങ്ങളിലേക്ക് പോവാണ്. അവിടെ പറയുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് രാജിവെക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം മാറി നിൽക്കുക, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതിനർത്ഥം ഞാൻ കേട്ട കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു എന്നല്ല. നമ്മളൊരു കാര്യത്തോട് അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ചു എന്ന് അർത്ഥമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞു എന്ന് വെച്ചിട്ട് പലപ്പോഴും എനിക്കുണ്ടാവാറുണ്ട്, വളരെയധികം ഞാൻ അൺമ്യൂട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കാവും വാട്സപ്പില്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് പറയുന്നത് ശരിയല്ലല്ലോ എന്നിട്ട് ഞാൻ ചാടിക്കയറാണ് അഭിപ്രായം പറയും. ആ അഭിപ്രായം പറഞ്ഞോടുകൂടി എന്റെ ഈഗോ ആണത്. അവിടെ എന്നെ ബാധിക്കുന്ന എന്തോ നടക്കേണ്ടതാണ്. ഞാൻ മിണ്ടാതിരുന്ന അവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല. ആ പറയേണ്ട ആൾക്കാർ പറഞ്ഞ് അവരവരുടെ പാട്ടിന് പോകും. ഞാൻ അവിടെ കയറി അനാവശ്യമായിട്ട് അഭിപ്രായം പറഞ്ഞ് എന്നിട്ട് എന്താ ഉണ്ടാവുക, ഈ ആളുകളുമായിട്ട് അനാവശ്യമായിട്ട് എനിക്ക് സംഘർഷം. അന്നത്തെ എന്റെ ദിവസം കഴിഞ്ഞു. ഞാൻ പണിക്കൊക്കെ വളരെ ഒരുങ്ങി കെട്ടി തെയ്യം കോപ്പൊക്കെ ഇട്ടിട്ട് രാവിലെ പണിക്കിറങ്ങി ഞാൻ വണ്ടിയിലിരുന്നു. ഞാനിത് പറഞ്ഞാൽ ഇനിയിപ്പോ അവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്റെ ദിവസം കഴിയാ. അപ്പോ ആ കാര്യങ്ങൾ അംഗീകരിക്കല്ല, അതൊക്കെ അവരുടെ അഭിപ്രായമാണ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് വേറൊരാളുടെ അഭിപ്രായം മാറാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്, നമ്മൾ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു എന്നല്ല, നമുക്കറിയാം ഈ കാര്യങ്ങൾ ശരിയാണോ. നമ്മുടെ മനസാക്ഷിയോട് മാത്രമേ നമ്മൾ ബോധിപ്പിക്കേണ്ടുള്ളൂ. മറ്റുള്ള ആളുകളെ ഒക്കെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തോൽപ്പിച്ച് കളയാം. നിങ്ങൾക്ക് റേഡിയോ, നമ്മൾ ടി വിയിലൊക്കെ നിരന്തരം രാഷ്ട്രീയക്കാരുടെ ചർച്ച കാണുന്ന ആളുകളാ. ഏതെങ്കിലും ചർച്ചയിൽ അവനവന്റെ കാര്യം അവർ പറയല്ലാണ്ട് ഇന്ന് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ചർച്ചയിൽ ഏതെങ്കിലും ഒരു വിഭാഗം ജയിക്കുന്നതായിട്ട്? ഒരിക്കലും ഇല്ല. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നൊക്കെ കേരളത്തിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ച കൊണ്ട് ഒരിക്കലും വാദിക്കാനും ജയിക്കാനും ആർക്കും സാധ്യമല്ല. ഈ പറയുന്ന ആൾക്കാർ അവരവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതിനനുസൃതമായിട്ടുള്ള വാദമുഖങ്ങൾ എന്നും ഉയർത്തുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതൊന്നും അംഗീകരിക്കൂ എന്നല്ല അതിനർത്ഥം. നമുക്ക് അഭിപ്രായം പറയാതിരിക്കാം. കാരണം വാദിക്കാൻ നിൽക്കാതെ ഞാൻ ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ഉപയോഗിച്ചു എന്നാണ്. എനിക്ക് അതിലെ വേണ്ട കാര്യങ്ങൾ എടുക്കാൻ, വേണ്ടാത്ത കാര്യങ്ങളെ അവിടെ വിടാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ്? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൃത്യമായിട്ടൊരു കാര്യം നമ്മളോട് 51ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാഴ്ചപ്പാട് ഒരു ദൈവവിശ്വാസം വരുന്നതിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണ് മാനുഷികമായ പ്രശ്നങ്ങളെ മാറ്റുന്നതിന് നിങ്ങൾക്ക് സന്നദ്ധരായിക്കൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. സന്നദ്ധത എന്തുകൊണ്ടാണ് മാനുഷിക പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ മാനുഷിക പ്രശ്നങ്ങൾക്കും ബാധകമായിക്കൂടാ നമ്മളോട് ചോദിക്കുകയാണ്. നിരവധി അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന അധ്യായത്തിലെ 51ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ കാഴ്ചപ്പാട് മാറാൻ ഈ സന്നദ്ധത എന്തുകൊണ്ട് ഞങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്കും ബാധകമായിക്കൂടാ. അത് നമ്മളോട് സ്വയം ചോദിക്കാൻ പറയാണ്. കാരണം വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ കണ്ടെത്തുകയാണ്. കാരണം ആ 2ാം പടി, ഞങ്ങളെക്കാൾ വലിയ ഒരു ശക്തിയെ ഉറപ്പിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് തന്റെ മദ്യപാനം നിയന്ത്രിക്കാൻ കഴിയാതിരുന്നത്? എന്റെ ജീവിതം അനിയന്ത്രിതമാണ്. നിരവധി തവണ ഞാൻ മദ്യത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടു. പല പരിപാടി നോക്കി, ഒരു തരത്തിലും എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം കണ്ടെത്തുമ്പോഴാണ് എനിക്കത് സാധ്യമല്ല, എന്നെക്കാൾ വലിയ ഒരു ശക്തി എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ഒരു ടേണിംഗ് പോയിന്റിലേക്ക്, 2ാമത്തെ പടിയിലേക്ക് വരുമ്പോൾ നമ്മളോട് ചോദിക്കേണ്ട സന്നദ്ധത എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിക്കൂടാ? വ്യക്തിബന്ധങ്ങളിലെ നമ്മുടെ കുഴപ്പങ്ങളെ കുറിച്ച് കണ്ടെത്താൻ, നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നമ്മളെപ്പോഴും ദേഷ്യമുള്ളവരാണ്. വളരെ പെട്ടെന്ന് തന്നെ ആളുകളുമായിട്ട് ചൂടാവുന്ന ആളുകളാണ്. വൈകാരികമായ അവസ്ഥകളൊന്നും നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്കില്ല. ഞങ്ങൾ കഷ്ടപ്പാടിനും വിഷാദത്തിനും ഇരയായവരായിരുന്നു എന്നാണ്. അത്രയധികം ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. മദ്യപിച്ച് നിരവധി ആളുകളുമായിട്ട് എന്നും പ്രശ്നം, എപ്പോഴും വിഷാദമാണ്. മദ്യപിക്കുന്ന സമയത്ത് കുറെയൊക്കെ എനർജി ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് വളരെ ടെൻഷനാ. എന്താ ഇന്നലെ രാത്രി ഉണ്ടായ, ആരൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത്? മദ്യപിക്കാത്ത സമയങ്ങളിലും നിരന്തരമായ സംഘർഷങ്ങളിൽ ഏർപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷാദവാനാന്നുള്ള അർത്ഥം. നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ സംതൃപ്തിയില്ല. സംതൃപ്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നതാണ് വിഷാദം എന്ന് പറയുന്നത്. അപ്പോ ഞങ്ങൾ കഷ്ടപ്പാടിനും വിഷാദത്തിനും ഇരയായവരായിരുന്നു. ഞങ്ങൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. ജീവിതമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല.
ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്ന രീതിയിൽ ഒരു സുബോധ ജീവിതം, അല്ലെങ്കിൽ വളരെ കൃത്യമായി മദ്യരഹിതമായിട്ട് ഒറ്റയ്ക്ക് മദ്യം എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമാണ് എന്ന അറിവുണ്ടായിട്ടും അതിനെ ഒന്നും തന്നെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ജീവിതത്തിൽ വ്യർത്ഥതാബോധമുണ്ടായിരുന്നു. എന്തിനാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന വ്യർത്ഥതാബോധമുണ്ടായിരുന്നു. ഞങ്ങൾ ആകപ്പാടെ ഭയപ്പാടുള്ളവരായിരുന്നു. അവിടെ പറയാണ് ഭയപ്പാട്, ഏറ്റവും വലിയ പ്രശ്നം ഭയമാണ്. എല്ലാത്തിനോടുമുള്ള ഭയം. എന്താ ഇന്നലെ ഉണ്ടായി, ഞാൻ ആരോട് എന്താ പറഞ്ഞെന്നുള്ള ഭയമാണ് നമുക്കുള്ളത്. മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ സഹായമരുളുന്നവരായി കാണപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. നമ്മൾ ആർക്കും സഹായം ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ പറയാ, ഞാൻ അത് ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അത് ചെയ്തില്ലേ, ഞാൻ ഇത് ചെയ്തില്ലേ, ഞാൻ യഥാർത്ഥത്തിൽ നമ്മൾ ആർക്കും സഹായം അരുളുന്നവരെന്നല്ല, നമ്മൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരാണ് എന്ന് പറയുകയാണ് നമ്മളോട്. ഈ പറഞ്ഞ കുഴപ്പങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായ പരിഹാരം കാണുന്നതിനായിരുന്നില്ലേ. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. ഈ പറയുന്ന കുഴപ്പങ്ങൾ ഇതൊക്കെ നമുക്കുണ്ട്. ഇത്രയധികം പ്രശ്നങ്ങളുള്ള ഈ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതായിരുന്നില്ലേ ചന്ദ്രഗ്രഹ യാത്രയുടെ ന്യൂസ് റീൽ കാണണോ എന്നതിനേക്കാൾ പ്രാധാന്യം എന്നാ ചോദിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് പറയുന്നത്. ചന്ദ്രയാത്ര അല്ലെങ്കിൽ ചാന്ദ്രയാത്ര നടത്തിയതിന്റെ ന്യൂസ് റീൽ നമുക്ക് കാണാം. പ്രപഞ്ചത്തിലെ ശാസ്ത്രീയമായ സത്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞ എന്താ പറയാ, നമ്മുടെ സഹസ്ഥാപകനായ ബോബ് പറയുന്നുണ്ട്. നമ്മളെ ഫ്രോയിഡിയൻ കോംപ്ലക്സുകളെ കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന്, അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തില്, നിങ്ങൾ അതിനെ മറച്ചു വെക്കരുതേ എന്ന് പറയാണ് ബോബ്. അവിടെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനെ സയൻസിന്റെ പരികല്പനകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ അസുഖം എന്ന് പറഞ്ഞാൽ ഫുള്ളി സയന്റിഫിക് ആണ്, ഇതൊന്നുമല്ല, അതൊന്നും കൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാം വളരെ 12 പടിയാണ്, ലളിതമായ 12 പടിയെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞത്. അതാ മെഡിസിനോ അല്ലെങ്കിൽ ചികിത്സയോ അതൊക്കെ പുറത്ത്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടിക്ക് പുറത്തുള്ള പരിപാടിയാ. അത് വേണ്ടെന്നല്ല പറയണേ. അതൊക്കെ വേണ്ടവർ ഉചിതമായ രീതിയിൽ സ്വയം തീരുമാനിക്കണം. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നൊന്നുമില്ല ആരോടും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ, ഞങ്ങൾക്ക് വൈകാരികമായ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കുന്നതിന് ലളിതമായ നടപടിക്രമമാണെന്നുള്ളതാണ്. അപ്പൊ ഈ ചന്ദ്രഗ്രഹ യാത്രയുടെ ന്യൂസ് റീൽ കാണുന്നതിനേക്കാൾ പ്രാധാന്യം അങ്ങനെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇവിടെ ഈ ഒരു ഭാഗം പറയാൻ കാരണം എന്താ, നമുക്ക് ഒരു വാദമില്ലാതെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ പിന്നീട് ഭാവി റെഫറൻസിനായിട്ട് ഫയൽ ചെയ്തു നമ്മുടെ ഉള്ളിലായിട്ട് സൂക്ഷിക്കാൻ പറ്റി. അവശേഷിക്കുന്ന ഭാഗങ്ങൾ ഭാവിയിൽ കേൾക്കുന്ന മുറയ്ക്ക് നിറയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതവുമായി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ എടുക്കരുത്. പ്രോഗ്രാം ചെയ്യുക എന്നതാണ് പ്രാധാന്യം എന്നാണ് പറയുന്നത്. ചർച്ച ചെയ്യപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതിന്റെ ആവശ്യകത അത് നമ്മുടെ ബിഗ് ബുക്കിലെ ഓരോ അധ്യായങ്ങളിലും കൃത്യമായിട്ട് ആ പേജുകളിലൊക്കെ തന്നെ തുടർച്ചയായിട്ട് ആഗ്നോസ്റ്റിക് എന്നുള്ള 51ാമത്തെ പേജിലാണെങ്കിലും 52ാമത്തെ പേജിലാണെങ്കിലും ഒക്കെ നമ്മൾ ബിഗ് ബുക്ക് സ്റ്റഡി ഇവിടെ നടത്തുകയുണ്ടായി. അതിലൊക്കെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആ പ്രപഞ്ച ശക്തി, ലളിതമായ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം മറ്റുള്ളവർ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് കണ്ടപ്പോൾ ദൈവശക്തിയെ സംശയിക്കുന്നത് നിർത്തേണ്ടി വന്നു എന്ന് പറയുന്ന അടുത്ത ഖണ്ഡികയുണ്ട്. അപ്പോ ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസ് കൃത്യമായിട്ട് ഒരു പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുന്നതിന് മറ്റുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആദർശത്തെ ഇവിടെ അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് നമ്മളോട് പറയുമ്പോഴും ദൈവം ഇല്ലാത്ത ആളുകൾ എന്താ ചെയ്യുന്നത്? അവിടെ ആ ഒരു വലിയ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ, ഇതിൽ അംഗങ്ങളെ ആ രീതിയിൽ കാണുകയാണ്. അപ്പൊ ആ ദൈവം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയിലെ മനുഷ്യരാണ്, ആ മനുഷ്യരിലൂടെ നിറയുന്ന സ്നേഹമാണ്. ആ രീതിയിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്, രണ്ടാമത്തെ കാര്യം, ഞാൻ സജീവമായി എൻ്റെ സ്വന്തം ഗ്രൂപ്പിലെ അംഗമായി. അത് എൻ്റെ സ്പോൺസറുടെ ഹോം ഗ്രൂപ്പ് കൂടി ആയിരുന്നു. ഞാൻ സ്പോൺസറെ ഉടനടി കണ്ടെത്തി. എനിക്ക് ഇതിനകം അറിയാമായിരുന്നു അതാണ് ഏറ്റവും നല്ല ഒരു വഴിയെന്നും എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട വഴിയെന്നും. രണ്ടാമതായിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും അല്ലെങ്കിൽ ചർച്ചകൾ വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ചർച്ച ചെയ്യുന്ന സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. തന്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താണ്, അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട്, ചർച്ചകൾ നടക്കുമ്പോൾ തനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതൊക്കെ ഉള്ളിൽ വെച്ചും കൊണ്ട് പിന്നീട് പോയി, പിന്നെയുള്ള പ്രധാന കാര്യം ആണ് അവിടെ പറയുന്നത്. ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് സാധ്യമല്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങൾ വേണം, പക്ഷെ ഇതിനൊരു ഗൈഡൻസ് വേണം. സജീവമായി എൻ്റെ സ്വന്തം ഗ്രൂപ്പിൽ അംഗമായി, ഹോം ഗ്രൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹോം ഗ്രൂപ്പിൽ അംഗമാവുമ്പോൾ ഹോം ഗ്രൂപ്പിലെ അംഗങ്ങൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല.
പല ആളുകൾക്കും നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ പഴമക്കാരൊക്കെ വിഷയാധിഷ്ഠിത മീറ്റിങ്ങുകളിലൊക്കെ പറയുന്നുണ്ട് എന്താണ് ഹോം ഗ്രൂപ്പ്, ഹോം ഗ്രൂപ്പിൽ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അതിന്റെ സേവനം എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുബോധത്തിന് സഹായകരമാവുക എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ചെയ്തത് തന്റെ ഗ്രൂപ്പില് സജീവമായിട്ട് പങ്കെടുക്കാനും അതിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും തുടങ്ങി. അത് സ്പോൺസർ കൂടി ഉണ്ട്. അവിടെ നിന്ന് അദ്ദേഹത്തിന് സ്പോൺസറെ കണ്ടെത്താൻ പറ്റിയതാണ്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി തന്നെയാണ് സ്പോൺസർ. സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുവായിട്ടല്ല. സ്പോൺസർഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ ഇതിനു മുന്നേ വിഷയാധിഷ്ഠിത മീറ്റിങ്ങുകളിലൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അതിന്റെ പാംപ്ലെറ്റും ഉണ്ട്. നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നതിന് നമ്മുടെ മുന്നേ സഞ്ചരിച്ച പഴമക്കാരനായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം കൃത്യമായിട്ട് ചെയ്ത 12 പടികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരാൾ, അദ്ദേഹം നമ്മളെ ഗൈഡ് ചെയ്യാണ് എങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ സ്പോൺസറെ കണ്ടെത്തുമ്പോൾ ആഗ്നോസ്റ്റിക് ആയ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാം സംശയങ്ങളൊക്കെ തീർത്തും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് സാധ്യമല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ഒരു സ്പോൺസർ വേണം. എപ്പോഴും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാവും. ആ സ്പോൺസർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ അച്ചട്ടായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ യുക്തിയെയും മറ്റുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അതനുസരിക്കാൻ തയ്യാറാവുമ്പോൾ പല കാര്യങ്ങളും അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഒരു സംശയവുമില്ലാതെ, യുക്തി ഏതുമില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒന്നും ഒരു ചിന്തയുമില്ലാതെ സ്പോൺസർ പറയുന്ന കാര്യങ്ങളെ ഒരു മടിയും വിചാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് അത് പ്രവർത്തിക്കുന്നത്. ആ രീതിയിൽ ഒരു സ്പോൺസറെ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിന് അറിയാം ഇത് തന്നെയാണ് ഏറ്റവും നല്ല വഴി, എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട വഴി എന്നാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വിദേശങ്ങളിൽ ഇവിടേക്കുള്ള മീറ്റിംഗിൽ ചോദിക്കും സ്പോൺസർ ഉണ്ടോ. സ്പോൺസർ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ടെമ്പററി സ്പോൺസറിനെ ഗ്രൂപ്പ് റെഡിയായി കൊടുക്കും. ഗ്രൂപ്പാണ് ഇവിടെ സ്പോൺസറെ കൊടുക്കുന്നത്. ഗ്രൂപ്പ് പറയാം ഇന്ന ആളുണ്ട്, അദ്ദേഹം തന്നെ കോൺടാക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അയാൾ കോൺടാക്ട് ചെയ്യും. ടെമ്പററി സ്പോൺസറാണ്. പിന്നീട് ഇദ്ദേഹത്തിന് പ്രോഗ്രാമിൽ വന്ന ശേഷം സ്പോൺസറെ മാറ്റാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രധാനപ്പെട്ട ചെയ്യേണ്ട വഴി എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ്. ഞാൻ കണ്ട എന്തൊക്കെ ആത്മീയതയായാലും ഇതിന്റെ പ്രധാന പരിഗണന അല്ലെങ്കിൽ ഉൾപ്പെടുത്തൽ തീർച്ചയായും അത് പരമാവധി സഹമധ്യാസക്തർക്ക് സേവനം ചെയ്യുന്നതായിരിക്കണം എന്നാണ്. കണ്ടോ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയുടെ ഏറ്റവും നല്ല വഴി. ഇതിലും ഏതൊരു ആത്മീയത ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇല്ല എന്നുള്ളതാണ്. ഏതൊക്കെ തരം ആത്മീയത ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ കണ്ടാലും, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആത്മീയതയാണ് നല്ലത് എന്നൊക്കെ പലരും ചർച്ച ചെയ്താലും ഇതിന്റെ പ്രധാന പരിഗണന അല്ലെങ്കിൽ ഉൾപ്പെടുത്തൽ തീർച്ചയായും ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ സ്വയം മദ്യരഹിതമായിട്ടിരിക്കാനും. ഇതിന്റെ പ്രാഥമികമായ ഉദ്ദേശം മറ്റു മദ്യാസക്തരെ സഹായിക്കാനുമാണ്. ഉണ്ടല്ലോ, മറ്റു മദ്യാസക്തരെ പരമാവധി സേവനം ചെയ്യുന്നതുമായിരിക്കണം എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള 12ാം പടി പ്രവർത്തനത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. 12ാമത്തെ പടി തന്നെയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയിലെ ഏറ്റവും പ്രധാനം. അവിടെ ഒരു ദീനദയാലുവിനെ പോലെ പെരുമാറാനാണ് പറഞ്ഞിട്ടുള്ളത്. പല രീതിയിലുള്ള പ്രയാസം, ഒരു അധ്യായം തന്നെ ബിഗ് ബുക്കിൽ മറ്റുള്ളവരോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ബിഗ് ബുക്ക് സ്റ്റഡിയിൽ ചർച്ച ചെയ്യുന്ന അധ്യായമാണ്. വളരെ വിശദമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രധാനപ്പെട്ട പരിപാടി ഏതൊക്കെ ആത്മീയതയെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്താലും ഈ ആത്മീയതയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ സഹമധ്യാസക്തർക്ക് സേവനം ചെയ്യുന്നതായിരിക്കണം. അവിടെ ഒറ്റ ലക്ഷ്യം, ഇന്നത്തെ പ്രതിനമനങ്ങൾ പറയുന്ന പോലെ ആരെയും വിധിക്കാതെ ആ രീതിയിൽ മറ്റു മധ്യാസക്തരെ ഞാൻ അവിടെ അവരുടെ അടുത്ത് ചെന്ന് എന്റെ ചെറിയ സഞ്ചി ഇട്ട് കൊടുക്കാനാ പറയുന്നത്. എന്താ ചെറിയ സഞ്ചി? എങ്ങനെയാണ് ഞാൻ ഈ ആത്മീയ ഉപകരണങ്ങളെ ഉപയോഗിച്ച് ഈ രോഗത്തിൽ നിന്ന് രക്ഷ നേടിയത് എന്നുള്ളതാ. വലിയ പ്രസംഗം പ്രസംഗിക്കാനൊന്നല്ല പറയുന്നത്. കൃത്യമായിട്ട് ഞാൻ എങ്ങനെ ഈ രോഗത്തിൽ നിന്ന് മോചനം നേടി എന്നുള്ളതാണ്. അപ്പോ ആ ഒരു പ്രവർത്തനം ചെയ്യുന്നതാണ് കൃത്യമായിട്ടുള്ള ആത്മീയത എന്ന് ഇദ്ദേഹം പറയാണ്. ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന സഹമദ്യപാനികൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ അവർ ദുരിതം അനുഭവിക്കാത്ത സഹമദ്യപാനികളാണെങ്കിൽ എന്ന് പറഞ്ഞത്, ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരും അല്ല, നമ്മൾക്ക് പല രീതിയിലും അറിയാം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലൊക്കെ വന്ന് പറയും ഞങ്ങൾ അത്ര രീതിയിലുള്ളതല്ല, അല്ലെങ്കിൽ അടി തട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാലും അവർക്ക് നമ്മൾ സന്ദേശം എത്തിച്ചു കൊടുക്കാനും അവരെയും നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കാനും, അല്ല അവനൊന്ന് അടി തട്ടി വരട്ടെ, അല്ലെങ്കിൽ അവന്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ച് പോയിക്കൊള്ളട്ടെ, അവന്റെ ജോലി പോട്ടെ എന്നല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ അവൻ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറയുകയാണ്. അവിടെ വിവേകത്തോടു കൂടി കൃത്യമായിട്ട് പറയണം. ഇപ്പോൾ അവർ ദുരിതം അനുഭവിക്കാത്ത സഹമദ്യപാനികളാണെങ്കിലും എന്നാണ്.
അവർക്ക് ദുരിതമുണ്ടോ അല്ലെങ്കിൽ ദുരിതമില്ല എന്നല്ല, അവൻ മദ്യാസക്തനാണെങ്കിൽ അവന്റെ അടിതട്ടലോ മറ്റു കാര്യങ്ങളോ വിധിക്കലോ അല്ലെങ്കിൽ അവനെ കുറിച്ചുള്ള അളക്കലുകളോ ചെയ്യാൻ ആൽക്കഹോളിക്സ് അനോണിമസ് ആരെ അനുവദിക്കുന്നില്ല. അവിടുത്തെ അത് നമ്മുടെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു പരിപാടിയാണ്. മറ്റു മദ്യാസക്തരെ അനുഭാവപൂർവം പരിഗണിക്കാൻ സഹിഷ്ണുത, ഇതിന് മുന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. സഹിഷ്ണുതയോടുകൂടി മറ്റു മദ്യാസക്തരെ, അവന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അവരെ സഹായിക്കുക. എങ്ങനെ സഹായിക്കുക? നമുക്ക് വേറെ രീതിയിലൊന്നും ഇവിടെ സഹായിക്കാൻ പറ്റില്ല. നമ്മുടെ അനുഭവ ശക്തിയും പ്രതീക്ഷയും പങ്കുവെച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ അനുഭാവപൂർവം അവരെ വിധിക്കാതെ അവരോട് വലിയ കാര്യങ്ങളും വലിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കണക്ക് നിർത്തിക്കോടെ എന്ത് പരിപാടി ഈ കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡയലോഗ് അടിക്കാൻ പറ്റും. കാരണം നമ്മളിപ്പോ കുടിക്കാണ്ടായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം എനിക്കും അങ്ങനെയായിരുന്നു. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ വരുമ്പോ എന്റെ കുടിയൊക്കെ നിന്ന് ഇനി അനിയന്റെ കാര്യത്തിന് വേണ്ടി മീറ്റിംഗിൽ കയറാനായിട്ട് ആദ്യം മീറ്റിംഗ് കയറി. ഞാൻ പെർഫെക്റ്റ് ആണെന്നാണ് എന്റെ ചിന്ത. അത് കഴിഞ്ഞ് അതേ സമയത്ത് തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുക, എന്താ പോനൊക്കെ അടിച്ച് നടക്കുക, അവനൊക്കെ എന്ത് കാര്യമുണ്ട്. ഈ സാധനം തന്നെയാണ് എന്നെ കുറിച്ച് ആൾക്കാർ പറഞ്ഞത്. ഈ വിധിക്കലുകളൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ എത്തി. എന്തോ ഭാഗ്യത്തിന് ഞാൻ കുടിക്കാണ്ടായി പോയതല്ല. അപ്പൊ കുടിക്കാതെ ആയി പോയി കഴിഞ്ഞാൽ ഞാൻ വലിയ മാനനാ. അതേമാതിരി തന്നെ റിലാപ്സ് പറ്റിയ ആൾക്കാരൊക്കെ വളരെയധികം ഞാൻ വിധിച്ചിട്ടുണ്ട്. എന്ത് യോഗ്യത എനിക്ക് വിധിക്കാനുള്ളത്? ഞാൻ എന്തോ ഭാഗ്യത്തിന് ഇവിടെ കുടിക്കാതെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനോട് അവരോട് ദയയുള്ളവനും കരുണയുള്ളവനുമായിരിക്കണം, നന്ദിയുള്ളവനായിരിക്കണം എനിക്ക് അനുഭവം പ്രദാനം ചെയ്തതിനെന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. എനിക്ക് അവിടെ വലിയ ആള് കളിക്കാനുള്ള അർഹതയൊന്നുമില്ല. കഷ്ടപ്പെട്ട് എഴഞ്ഞുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ കയറി വന്ന ഒരാളാണ് ഞാൻ. അവിടെയൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന്റെ മഹത്വം. ആൽക്കഹോളിക്സ് അനോണിമസ് ഒരംഗങ്ങളെയും വിധിക്കാൻ അനുവദിക്കുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയമായ ഉപകരണം എന്ന് പറയുന്നത് സഹിഷ്ണുതയാണ്. മറ്റുള്ളവരോടുള്ള ദയാപൂർവമായ, ഒരു തരത്തിലും വിധിക്കലുകളില്ലാത്ത, ഇവിടെ ന്യായാധിപനൊന്നുമില്ല. ഇവിടെ ന്യായാധിപനായിട്ട് ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നതിന്റെ കാര്യം അതാണ്. ആൽക്കഹോളിക് ആയിട്ടുള്ള അവന്റെ അഹംഭാവം കൊണ്ട് അവൻ ഞാനാരാ മോൻ എന്ന് പറയുന്ന ഭാവത്തിലേക്ക് വരാതിരിക്കാൻ നീ ദൈവം കളിക്കണ്ടെന്നാ പറയുന്നത്. ഇവിടെ റിലാപ്സിന്റെ കണക്കും പേഴ്സൻറ്റേജ് എടുക്കാനൊന്നും ഇവിടെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹവുമായി വരുന്ന എല്ലാവരും തുല്യരായിട്ടുള്ള ആൾക്കാരാ. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിക്കൊള്ളട്ടെ, ഈ തെരുവില് ജാഡു ആവുന്ന, അല്ലെങ്കിൽ ഇന്നലെ വരെ അവിടെ സ്വന്തം ഭാര്യയെ കൊന്ന് മീറ്റിംഗിൽ വന്നിരിക്കുന്നവനായിക്കൊള്ളട്ടെ, അവനെ കുറിച്ച് കുറ്റം പറയാനോ അവനെ മാറ്റി നിർത്താനോ നമുക്ക് കഴിയില്ല. ചേർത്ത് പിടിക്കണം അവനെ ആലിംഗനം ചെയ്യാൻ തയ്യാറാവണം. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത എന്ന് പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഒരൊറ്റ ലക്ഷ്യം, മദ്യരഹിതമായ സുബോധാവസ്ഥ കൈവരിക്കുകയും മറ്റ് മദ്യാസക്തരെ സുബോധത്തിന് സഹായിക്കുകയും ചെയ്യുക എന്ന പറയുന്ന കാര്യത്തിലേക്ക് എത്തുകയാണ്. പ്രോഗ്രാമിൽ പ്രവർത്തിക്കുമ്പോൾ ആത്മീയതയെക്കുറിച്ചും അത് വഹിക്കുന്ന നമ്മളുടെ പരിപാടിയെക്കുറിച്ചുമുള്ള മനസ്സിലാക്കലാണ് നടക്കുന്നത്. എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ? ആത്മീയതയെക്കുറിച്ച് അത് വഹിക്കുന്ന നമ്മളുടെ പരിപാടി. ഈ ആത്മീയതയ്ക്ക് എന്തിനാ? ആത്മീയത എന്ന് പറയുന്നത് ഇങ്ങനെ പ്രസംഗം നടത്തിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഭയങ്കരമായിട്ട് ഞാനൊരു ആത്മീയമായ പാതയിലാണ് എന്നുള്ള പ്രസംഗം നടത്താൻ വേണ്ടിയിട്ടല്ല. അത് എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. എന്താ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതൊരു ജീവിത രീതിയാണ്. അത് വളരെ നന്നായിട്ട് എല്ലാ വ്യവഹാരങ്ങളിലും വളരെ നല്ല ഒരു മനുഷ്യനായിട്ട് നമ്മളെ മാറാൻ സഹായിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. ഇതിന്റെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരാള് വളരെ കോപിഷ്ഠനായ ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ ഭാര്യയെ കൊന്നു. അയാളുടെ കോപം സഹിക്കാൻ വയ്യാണ്ട് ഭയങ്കര കോപമായിരുന്നു അയാൾക്ക്. ഒരു തരത്തിലും ഭാര്യ എന്തോ പറഞ്ഞ കാര്യം കേൾക്കാത്തതിന് നമുക്കൊക്കെ അറിയാലോ, ഭാര്യമാര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തില്ല. പലപ്പോഴും റിലാപ്സ് ആവുന്നതിന്റെ ഒരു കാരണം തന്നെ പലപ്പോഴും ഭാര്യയുടെ പേര് പറഞ്ഞിട്ടൊക്കെ റിലാപ്സ് ആവാറുണ്ട്. ഞാനൊക്കെ നിരവധി എന്റെ ഭാര്യയുടെ കുറ്റങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇപ്പൊ ഭാര്യ ഒപ്പം ഇല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ആ ഭാര്യയുടെ പേര് പറഞ്ഞ് ഭാര്യ എന്തോ കാര്യത്തിന് കറിയിൽ എന്തോ ഉണ്ടാക്കി കൊടുത്തിട്ട് അദ്ദേഹത്തിനും ഉണ്ട് അന്നത്തെ കാലത്താ. അപ്പോ അദ്ദേഹം കറിയിൽ ഉപ്പില്ലാത്തതിന്റെ പേരിൽ ഭാര്യനെ അങ്ങോട്ട് കൊന്നു. കോപമാണ്. ആ കോപം അദ്ദേഹത്തിന് അടക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അദ്ദേഹം ഭാര്യയെ കൊന്നു. മോൻ അപ്പൊ അമ്മ മരിച്ചപ്പോ അയാളുടെ മോൻ കടന്ന് കരയായിരുന്നു. ആ മോനെ പിടിച്ചിട്ട് ഇയാൾ കിണറ്റിലെറിഞ്ഞു. അപ്പൊ കിണറ്റിൽ വീണ ചെറിയ കുട്ടിയായിരുന്നു. കുട്ടി മരിച്ചു. അപ്പൊ അതും കഴിഞ്ഞ് അയാൾക്ക് കോപം സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്തു? അയാളുടെ വീടിനകത്ത് തീയും വെച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോ അയാൾക്ക് ഭയങ്കര പശ്ചാത്താപമായി. ഞാൻ ഇപ്പൊ എന്റെ ഭാര്യനെ കൊന്നു,
എൻ്റെ മോനെ കൊന്നു, ഞാൻ വീടിന് തീ വെച്ചു. പശ്ചാത്താപം വന്നു. അപ്പോഴാണ് എന്താ ചെയ്യേണ്ടത് അറിയാണ്ടായാലും ഇരിക്കുന്ന സമയത്ത് ആ വഴിയിലൊരു ജൈന സന്യാസി ആ വഴി പോയി. അപ്പൊ സന്യാസിയോട് പറഞ്ഞു, ഗുരോ എന്നെ ഒന്ന് ശിക്ഷപ്പെടുത്തണം, ഈ നിയന്ത്രണം ഇല്ലാത്ത കോപം മാറ്റി തരണം എന്ന് അദ്ദേഹം സന്യാസിയോട് അഭ്യർത്ഥിക്കുകയാണ്. സന്യാസിക്ക് വളരെ സന്തോഷമായി, ഒരു പുതിയ ശിഷ്യനെ കിട്ടിയിരിക്കുകയാണല്ലോ. സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശിഷ്യനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്, പ്രത്യേകിച്ച് ആ സമയത്ത്. അപ്പൊ ജൈന സന്യാസിമാരെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. അവര് നഗ്നരായിട്ടായി ജൈന സന്യാസിമാർ നടക്കുക, വൈകുന്നേരം ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കുക, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും ശിഷ്യപ്പെട്ട ഉടൻ തന്നെ ഈ വ്യക്തി അയാളുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു കളഞ്ഞോണ്ട്. അപ്പോ അത് കണ്ടപ്പോ ഗുരുവിന് വളരെ സന്തോഷമായി. എന്താ ഇപ്പൊ ഇത് പറയാ, ഞാൻ 5 വർഷം കൊണ്ടാ പടിപടിയായിട്ടാ ഈ വസ്ത്രമൊക്കെ ഇങ്ങനെ അഴിച്ച് കളഞ്ഞത്. ഇയാള് കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ വസ്ത്രമൊക്കെ ഉപയോഗിച്ചു വന്നിരിക്കുന്നു. എന്താ വത്സ, വളരെ സംപ്രീതനായിരിക്കുന്നു നോം എന്ന് പറഞ്ഞു ഗുരു. കാരണം ഗുരുവിനെ സംബന്ധിച്ചോളം വലിയ സന്തോഷമായി. ഇയാൾ പെട്ടെന്ന് തന്നെ, കാരണം ഗുരു പറയാണ്, ഞാൻ 5 വർഷം കൊണ്ട് ചെയ്ത സാധനമൊക്കെ നിങ്ങൾ ഇത്ര പെട്ടെന്നൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇയാൾ വളരെ പെട്ടെന്ന് പ്രശസ്തനായി മാറി. കാരണം ഇത്ര ആളുകൾ വളരെ പെട്ടെന്ന് പ്രശസ്തരാവും. കാരണം ഇവരെന്ത് ചെയ്യുമ്പോഴും വടുത്ത വൈകാരികതയും നിശ്ചിതമായ തീവ്രതയോടും കൂടി, ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയ നമുക്കൊക്കെ പലപ്പോഴും അറിയാം, നമ്മുടെ പഴയ ജീവിതത്തിലൊക്കെ നമ്മൾ വളരെ വൈകാരികമായിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മൾ ഏർപ്പെടുക. വളരെ പെട്ടെന്ന് പ്രശസ്തരാകുന്നു, വളരെ തീവ്രതയോടുകൂടി. നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ജോലിയാണെങ്കിൽ വർക്കഹോളിക്ക ഭയങ്കരമായിട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തളർന്നു പോവുകയാണെങ്കിൽ തളർന്നു പോയി കിടക്കും, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കും. അപ്പൊ അദ്ദേഹം വളരെ ദൂരം മുന്നോട്ട് പോയി. അപ്പോ ഗുരു ഇയാൾക്ക് ശാന്തിനാഥൻ എന്നുള്ള പേര് കൊടുക്കുക. അപ്പൊ കോപത്തെ കൈയൊഴിഞ്ഞ് ഇയാളുടെ ജീവിതം സമാധാനത്തിന്റെ ആയി. കാരണം ശാന്തിനാഥൻ എന്നുള്ള പേരായി. കാരണം 10 വർഷം അയാൾക്ക് കോപം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ചെറിയ നിമിഷത്തേക്ക് അയാൾക്ക് അതിന് അവസരം ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ റിയാലിറ്റി. കോപം ഉണ്ടാകാൻ സാഹചര്യം ഇല്ലല്ലോ. അയാളുടെ അടുത്ത് ഭാര്യ ഇല്ല, കുട്ടിയില്ല, അയാൾക്ക് ബിസിനസ് ഇല്ല, അപ്പൊ അതിന്റെ ടെൻഷൻ ഇല്ല. അപ്പൊ അയാളെ എല്ലാവരും ബഹുമാനിക്കുന്നിട്ട് രാജ്യം മുഴുവൻ ഇയാളെ മഹാമനുഷ്യനായിട്ട് പ്രകീർത്തിക്കുകയാണ്. അങ്ങനെ ഇയാള് ഡൽഹിയിൽ ഇങ്ങനെ തന്റെ ശിഷ്യന്മാർക്കൊക്കെ ദർശനമൊക്കെ കൊടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയ കൂട്ടുകാരൻ ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് ഡൽഹിയിൽ വരിക. അപ്പൊ അതിന്റെ പഴയ ചങ്ങാതി ഇങ്ങനെ വലിയ പ്രശസ്തനായിട്ട് എത്തി എന്നൊക്കെ അറിഞ്ഞ് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വാർത്തകളൊക്കെ മാധ്യമങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ കുറിച്ചുണ്ട്. അപ്പൊ കൂട്ടുകാരന്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കലുഷിതമായിരിക്കുക. കാരണം ഈ ചെറുപ്പം കാലം തൊട്ടിട്ട് ഈ ശാന്തിനാഥ് എന്ന് പറയുന്ന സന്യാസീനെ അദ്ദേഹത്തിന് അറിയാം. ഈ പൈശാചിക സ്വഭാവമുള്ള ഇയാൾ എങ്ങനെയാണ് ഇത്തരത്തിൽ മാറിയെന്നാണ് ഈ കൂട്ടുകാരൻ അറിയേണ്ടത്. അപ്പൊ ബാല്യകാല സുഹൃത്താണ്. അതിന് പുറമെ 40 വർഷത്തെ ബന്ധമുള്ള ഇയാൾക്ക് ഈ വരുന്ന ശാന്തിനാഥൻ തന്നെ തിരിച്ചറിയാതിരിക്കില്ല, അവന് തിരിച്ചറിയാതിരിക്കുമോ എന്നൊക്കെയുള്ള സംശയം കൊണ്ട് അദ്ദേഹം പോയി. പക്ഷെ ശാന്തിനാഥൻ ഇദ്ദേഹത്തിനെ മനസ്സിലാക്കിയിട്ട് കടുത്ത അവഗണന കൊടുക്കുക. അപ്പോ ഇയാളെ കുറിച്ച് ഇയാൾക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. അപ്പൊ മനസ്സിലായി കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇയാള് അദ്ദേഹത്തിന്റെ ഈഗോ കൊണ്ട് ഇയാളെ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോ എല്ലാവരും ഇയാളെ കണ്ടമാര് നടിക്കുന്നില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ശാന്തിനാഥനോട് ചോദിച്ചു, സാർ അങ്ങയുടെ പേരെന്താ, ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് വെച്ചു. അപ്പൊ ശാന്തിനാഥനാണെങ്കിൽ ഇത് കേട്ട ബാധികം നടിക്കുന്നില്ല. അപ്പൊ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ എന്റെ രൂപവും പേരും നിത്യം വരുന്നു. ഈ വിഡ്ഢി തന്റെ ഗാർഹസ്ഥ്യ കാലത്തെ പേര് അന്വേഷിക്കുകയാണ്. ഇതൊക്കെ മനസ്സിൽ തോന്നിയിട്ട് പുറത്തു കാണിക്കാതെ പറഞ്ഞു, എന്റെ പേര് ശാന്തിനാഥൻ എന്നാണെന്നൊക്കെ ഒരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ച് ഇയാൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പല വിഷയങ്ങളെ കുറിച്ചും ഇയാളോട് ഇങ്ങനെ സംസാരിക്കാൻ ഒരുങ്ങാണ് ഈ ശാന്തിനാഥൻ. അപ്പൊ ആഗതം വീണ്ടും ചോദിച്ചു, സാർ അങ്ങയുടെ പേര് ഞാൻ മറന്നുപോയി, അങ്ങയുടെ പേരെന്താ? അപ്പൊ ഈ സന്യാസിയുടെ കണ്ണുകളിൽ നിന്ന് തീ പാറി, അയാളുടെ മുഖം ചുവന്നു, എങ്കിലും നിയന്ത്രിക്കാൻ ശ്രമിച്ചു അയാള്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു വിഡ്ഢിയാണ്, നിങ്ങൾക്ക് ഒരു പേര് പോലും ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞൊരു പേര് ഓർക്കാൻ പറ്റുന്നില്ലല്ലേ? എന്റെ പേര് ശാന്തിനാഥൻ എന്നാണ്, ഞാൻ പറഞ്ഞില്ലേ നോക്കിയാ. പിന്നെ ഇയാൾ ആത്മീയമായ പല കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച നടക്കുക. വീണ്ടും സുഹൃത്ത് ഒരിക്കൽ കൂടി ചോദിച്ചു, അല്ല സാർ അങ്ങയുടെ പേര് ഞാൻ ഒന്ന് മറന്നുപോയി എന്ന് പറയാ. ഉടൻ തന്നെ ഈ ശാന്തിനാഥൻ ഉണ്ടല്ലോ, ഈ ജൈനസന്യാസിമാർ ഒരു ദണ്ട് ഉണ്ട് കയ്യില്, ഈ ദണ്ട് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, മേഡം മതിയടാ, നിർത്തടാ, ഇത് അവസാനത്തെയാണ്, വേണ്ടത്രയായി, 4ാമത് ഒരിക്കൽ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കും. എന്റെ പേര് ശാന്തിനാഥൻ എന്നാണ്, എന്റെ പേര് സമാധാനത്തിന്റെ ദേവൻ എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഇയാളങ്ങ് ആ ദണ്ടെടുത്ത് 2 കുത്തം കുത്തി നിരത്തി. ഉടൻ തന്നെ സുഹൃത്ത് 4 അടി പുറകേക്ക് പോയിട്ട് പറഞ്ഞു, ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ചുവന്ന കണ്ണുകൾ, ആ മുഖം, നിങ്ങളുടെ ആക്രോശം, കയ്യിലെ ദണ്ട്, എല്ലാം കൊണ്ടും നിങ്ങൾ ശാന്തിയുടെ ദേവൻ തന്നെ. 4ാമത് ഒരിക്കൽ കൂടി ഞാൻ ഈ ചോദിക്കില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും മകനെയും കൊന്നിട്ടുണ്ട്, നിങ്ങളുടെ വീടിന് തീ വെച്ചിട്ടുണ്ട്, എനിക്കറിയാം, നിങ്ങൾക്ക് എന്നെയും കൊല്ലാൻ കഴിയും. അപ്പോ ഈ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്
നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ആത്മീയമായ പടികളിലാണ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നിസാരമായിട്ടോ, അല്ലെങ്കിൽ കുറെ നേരമൊക്കെ നമ്മൾ ശാന്തി അഭിനയിച്ചാലും നമ്മൾ യഥാർത്ഥ ശാന്തിനാഥൻ എന്ന് പറയുന്ന ആള് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുള്ളതാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ പരിപാടിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കാൻ നമുക്ക് ഗുണപാഠം ആയി വരുന്ന ഒരു കഥ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ ആദ്യം എയിൽ വന്നപ്പോൾ ഞാൻ കരുതിയത് മതവും ആത്മീയതയും ഒന്നാണ് എന്നാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എപ്പോഴും തെറ്റിദ്ധാരണയായിട്ട് പലപ്പോഴും വരുന്ന ഒരു കാര്യമാണ് ഈ മതം തന്നെയാണ് ആത്മീയത എന്നൊക്കെ രീതിയിൽ പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് ഞാൻ കരുതി മതത്തിന് ഒരു വിശ്വാസത്തിന്റെ പരിശീലന കടപ്പാടിനെയാണ് അർത്ഥമാക്കുന്നത്. മതത്തിനെ സംബന്ധിച്ചിടത്തോളം മതം കൃത്യമായിട്ടുള്ള അതിൻ്റെതായ വിശ്വാസത്തിന്റെ രീതിയിലാണ് മതം പോകുന്നത്. മതം നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്, മതത്തിൻ്റെതായ കാര്യങ്ങളുണ്ട്. അതൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയുമായിട്ട് ബന്ധമില്ല. എന്നാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയ വഴി സജീവമായിരിക്കുന്നത് ജീവൻ നൽകുന്ന ശക്തിയിലൂടെ ജീവിക്കുന്ന ജീവിതം. നമുക്ക് ജീവൻ നൽകുന്ന ശക്തിയിലൂടെ വളരെ കൃത്യമായിട്ടും ലളിതമായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ജീവൻ നൽകുന്ന ശക്തിയിലൂടെ ജീവിക്കുന്ന ജീവിതം. ഞാൻ ഇത് എന്നെക്കാൾ വലിയ ശക്തിയായി വിശ്വസിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടിട്ട് ഞാൻ ഇത് എന്നെക്കാൾ വലിയ ശക്തിയായി വിശ്വസിക്കുന്നു. മറ്റുള്ള ആളുകൾ വിശ്വസിക്കണം എന്നുള്ള യാതൊരുവിധ നിർബന്ധവും പറയില്ല. ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടമുള്ള രീതിയിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ആൽക്കഹോളിക്സ് അനോണിമസ് കൊടുക്കുമ്പോൾ എന്നെക്കാൾ വലിയൊരു ശക്തിയാണ് മതം പറയുന്ന ആത്മീയതയുമായിട്ട് ഇതിന് യാതൊരു വിധത്തിലുമുള്ള ബന്ധമില്ല എന്ന് വീണ്ടും അവിടെ ഊട്ടിയുറപ്പിക്കുകയാണ്. നിരക്ക വായിച്ച ഖണ്ഡികകളിലൊക്കെ തന്നെ കൃത്യമായിട്ട് ഇത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയമായ രീതി എന്ന് പറയുകയാണ്. ഇവിടെ മതം പറയുന്ന ആത്മീയതയല്ല, ജീവൻ നൽകുന്ന ശക്തിയിലൂടെ ജീവിക്കുന്ന ജീവിതം. ഇത് ഞാൻ എന്നെക്കാൾ വലിയ ശക്തി, അത് ഞാൻ വിളിക്കുകയാണ് എന്നെക്കാൾ വലിയൊരു ശക്തി. അത് എന്ത് വേണച്ചാ വിളിക്കാം. ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു പക്ഷേ ഇത് എന്നെക്കാളും വലിയ ശക്തി ദൈവം, അള്ളാഹു, ഉന്നത ശക്തി, ക്രിയേറ്റീവ് ബുദ്ധി, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ബുദ്ധി, അല്ലെങ്കിൽ ദൈവശക്തി. അവിടെ എന്ത് വേണച്ചാവാം. നമുക്ക് ഈ പറയുന്ന സംഭവത്തെ ഇഷ്ടമുള്ള പേരിൽ ലുട്ടാപ്പിയെന്നോ കുട്ടൂസനെന്നോ എന്ത് വേണച്ചാ വിളിക്കാം. അവിടെ പറയുന്നത് അത് എന്ത് വേണച്ചാവാം. അതിന് പ്രത്യേകമായിട്ട് ഒരു നിർദ്ദേശം കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഇന്ന രീതിയിലാവണമെന്നോ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നില്ല. എനിക്ക് പ്രത്യേക മതവിശ്വാസം പരിശീലിക്കാനില്ല. കണ്ടല്ലേ, അദ്ദേഹം കൃത്യമായിട്ട് പിന്നീട് പറയാണ്, എനിക്ക് പ്രത്യേകമായ മതവിശ്വാസം പരിശീലിക്കാനില്ല, ഞാൻ പ്രത്യേകം പള്ളിയിൽ പോകാറില്ല, സത്യത്തിൽ ഞാൻ കുറെ കാലം പരിശുദ്ധ സ്ഥലത്തിരുന്നില്ല, എന്നാൽ ഞാൻ എയുടെ തത്വങ്ങൾ പരിശീലിപ്പിക്കുവാൻ തുടങ്ങി. ഇത് വഴി എൻ്റെ ഉയർന്ന ശക്തി എനിക്കുള്ളിൽ ജീവിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതെന്റെ വിശുദ്ധ മന്ദിരമായിരിക്കുന്നതാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിൽപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വിശ്വാസമുള്ള രീതിയിൽ വന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ മതപരിശീലനങ്ങളൊന്നുമല്ല ഞാൻ നടത്തിയിരുന്നത്, ഞാൻ പള്ളിയിൽ പോവാറില്ല, വിശുദ്ധമായിട്ടുള്ള പല സ്ഥലങ്ങളും ഇദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ചു വളർന്ന മതത്തിന്റെ രീതിയിലുണ്ട്, അവിടെ ഒന്നും ഞാൻ ഇരുന്നിട്ടില്ല. പക്ഷെ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ സ്വന്തം ജീവിതത്തിൽ പരിശീലിപ്പിക്കാനും തുടങ്ങി എന്നുള്ളതാണ്. അത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അദ്ദേഹം പ്രാവർത്തികമാക്കാൻ തുടങ്ങുന്നു. ഇതുവഴി എൻ്റെ ഉയർന്ന ശക്തി എനിക്കുള്ളിൽ ജീവിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു, അതെന്റെ വിശുദ്ധ മന്ദിരമായിരിക്കുന്ന പറയുന്നത്. അവിടെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് വിഭാവനം ചെയ്യുന്ന ആത്മീയത അല്ലെങ്കിൽ മറ്റു മതങ്ങളൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ്. ഈ മതങ്ങളൊക്കെ തന്നെ പറയുന്നതിനെ സാംശീകരിച്ച് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പുറത്തുനിന്ന് എല്ലാ സംഭവങ്ങളിൽ നിന്നുള്ള തത്വങ്ങൾ, വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് വായിക്കുന്ന BW കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അല്ലാണ്ട് ഈ പറയുന്ന ഒരു മതങ്ങളെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല. ഇതൊന്നും എല്ലാവർക്കും സ്വീകാര്യമായ ഈ ലോകം വിശ്വമാനവികതയുടെ സന്ദേശം വിഭാവനം ചെയ്യുന്ന ഒരു സങ്കല്പമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് വെക്കുന്നത്. എന്റെ വിശുദ്ധ മന്ദിരം എനിക്കുള്ളിൽ, നമ്മുടെ ഉള്ളിലാണ് ഈശ്വരനുള്ളത് എന്ന സങ്കല്പം എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട്. ഇപ്പൊ ബൈബിളിലാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരം ഈശ്വരൻ വസിക്കുന്ന ആലയമാണ് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. തത്വമസി, ദൈവം എവിടെയായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തത്വമസി എന്ന് ഹിന്ദു വിശ്വാസങ്ങളിൽ പറയുന്നുണ്ട്. അവനവൻ നിന്റെ ശരീരത്തിലേക്ക് നോക്കൂ, അള്ളാഹു ഇരിക്കുന്ന ഇരിപ്പിടം നിന്റെ ഉള്ളിലാണ് എന്ന് ഇസ്ലാം മത വിശ്വാസത്തിൽ പറയുന്നുണ്ട്. അവനവനുള്ള ശിവഭൂത ശിവം യജേത് എന്ന് പറയുന്നുണ്ട്. ശിവനായി തീരുക, കണ്ണാടി പ്രതിഷ്ഠിച്ച് കണ്ണാടിയിലൂടെ നിന്റെ ഉള്ളിൽ. അപ്പൊ ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസ് ഈ പറയുന്ന മതങ്ങളും അല്ലെങ്കിൽ
മറ്റുള്ള വിഭാഗങ്ങളും എല്ലാവരും ചേർന്ന് വെച്ച ആത്മീയമായ ഒന്ന്, അത് നിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്ന വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരമാണ്. അതിനെ നീ വൃത്തിയാക്കുക, അല്ലെങ്കിൽ അതിന്റെ ഉള്ളു വൃത്തിയാക്കുക. അവിടെ നിനക്ക് ഈശ്വരനെ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത. അവനവന്റെ ഉള്ളിൽ ഈശ്വരനെ കണ്ടെത്തുന്ന ആത്മീയതയെ കുറിച്ചാണ് പറയുന്നത്. സമയം കഴിയും തോറും നമുക്ക് ശാന്തമായി തുടരുകയും പൂർണ്ണ അംഗത്വത്തിൽ തുടരുകയും ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയാൻ തുടങ്ങി, ഞങ്ങളുടെ വിശ്വാസങ്ങൾ പരിഗണിക്കാതെ. കാരണം ഇത് തുടർച്ചയായിട്ട് പരിശീലിക്കാൻ തുടങ്ങുമ്പോൾ ശാന്തത കൈവരികയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ അത്തരം രീതിയിലൊക്കെ ഈ ആത്മീയമായ തത്വങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. നമുക്കറിയാം എല്ലാ പ്രാർത്ഥനകളും ഇരിക്കുന്നത് എങ്ങനെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഓരോ പ്രാർത്ഥനകളും, സെന്റ് ഫ്രാൻസിസ് അസീസിന്റെ പ്രാർത്ഥന നമ്മുടെ 12 ഉണ്ട്. എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥനകൾ? 82ഉം 83ഉം പേജുകൾ, 11ഉം 12ഉം പടികളുടെ ഒക്കെ പേജുകളിൽ പ്രാർത്ഥനയാണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദൈവമേ, അങ്ങയുടെ സമാധാനത്തിന്റെ മാർഗമാക്കി എന്നെ മാറ്റണമേ എന്നാ പറയുന്നത്. ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന, സെന്റ് ഫ്രാൻസിസിന്റെ പ്രാർത്ഥന എടുക്കാൻ എന്താ നമ്മളോട് പറയുകയാണ്, സമാധാനത്തിന്റെ മാർഗമാക്കിയിട്ട് എന്നെ മാറ്റണമേ. നമ്മളാ മാറേണ്ട സമാധാനത്തിന്റെ മാർഗമായിട്ട്. വിദ്വേഷമുള്ള ഇടത്ത് ഞാൻ സ്നേഹവാകനാട്ടെ. അപ്പൊ ഇത് നിരന്തരമായിട്ട് പറയുമ്പോൾ വിദ്വേഷം ഉണ്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് സ്നേഹമുള്ളവനായി മാറാൻ കഴിയട്ടെ. അപ്പൊ നമുക്ക് വിദ്വേഷം ഉണ്ടാവുന്നില്ല അവിടെ. തെറ്റുള്ളിടത്ത് ഞാൻ മാപ്പിന്റെ വാഹകനാകട്ടെ എന്നാണ്. തെറ്റിദ്ധാരണ ഉള്ളിടത്ത് ഞാൻ സത്യത്തിന്റെ വാഹകനാകട്ടെ. സന്ദേഹമുള്ളിടത്ത് ഞാൻ വിശ്വാസത്തിന്റെ വാഹകനാകട്ടെ. നിഴലുകൾ ഉള്ളിടത്ത് ഞാൻ പ്രകാശത്തിന്റെ വാഹകനാകട്ടെ. ദുഃഖമുള്ളിടത്ത് ഞാൻ സന്തോഷവാഹകനാകട്ടെ. ദൈവമേ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കാനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കാനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാനുമുള്ള അന്വേഷണത്തിന് എന്നെ അനുവദിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വയം മറക്കുന്നതിലൂടെയാണ് ഒരുവൻ കണ്ടെത്തുന്നത്, ക്ഷമിക്കുന്നതിലൂടെയാണ് ഒരുവൻ ക്ഷമിക്കപ്പെടുന്നത്, മരണത്തിലൂടെയാണ് ഒരുവൻ ശാശ്വത ജീവിതത്തിലേക്ക് ഉണരുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് ഈ ഒരു പ്രാർത്ഥന എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വെയിലുള്ള കടൽ തീരത്ത് കിടക്കുന്നത് പോലെ നമുക്ക് വിശ്രമിക്കാം എന്നുള്ളതാണ്. എന്നിട്ട് ഈ പ്രാർത്ഥനയുടെ കാരുണ്യം നമ്മുടെ ചുറ്റിലും വരാൻ. ഇതൊക്കെ എന്താ അർത്ഥമാക്കുന്നത്? ഇതൊന്നും ദൈവം വന്ന് പ്രവർത്തിച്ച് നമ്മളെ ഈ പറയുന്ന ശാന്തിയുടെയോ അല്ലെങ്കിൽ സമാധാനത്തിന്റെ ഒന്നും വാഹകനായിട്ട് നമ്മളെ വഹിക്കില്ല. കുറച്ചു മുന്നേ പറഞ്ഞ കഥ അതാണ്. നമ്മൾ സമാധാന വാഹകനാകണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിദ്വേഷത്തെ മാറ്റണം. വിദ്വേഷം മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവണം. നമ്മുടെ മനസ്സ് ശുദ്ധമാവണം. ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. നിരന്തരമായിട്ട് തെറ്റിദ്ധാരണ മാറ്റണം, മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റണം, സഹിഷ്ണുത ഉപയോഗിക്കണം. അപ്പൊ ഇത്രയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആത്മീയതയാണ്. അല്ലാണ്ട് ഒരു റൂമിൽ കതക് അടച്ചിരുന്ന് രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഞാൻ 1 മണിക്കൂർ ഭയങ്കര പ്രാർത്ഥനയൊക്കെ ചെയ്തു വന്നിട്ട് ആ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും തടസ്സം വീട്ടിൽ ആരെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവരെ തെറിയും പറഞ്ഞുകൊണ്ട്, അതല്ല ആൽക്കഹോളിക്സ് അനോണിമസ് വിവാഹം ചെയ്യുന്ന ആത്മീയത. ആൽക്കഹോളിക്സ് അനോണിമസിന് അടച്ചിട്ട റൂമോ മറ്റുള്ളവരുടെ ശല്യങ്ങളോ ഒന്നും പ്രശ്നമല്ല. അതവന്റെ മനസ്സിൽ നടക്കും ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന വണ്ടി ഓടിച്ച് പോകുമ്പോൾ നടക്കും. അവനവന്റെ കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കും. എഴുന്നേറ്റെടുത്ത് പ്രത്യേകമായ അമ്പലോ വിശുദ്ധമായ സ്ഥലങ്ങളോ ഒന്നുമില്ല. അതെല്ലാം അവന്റെ ഉള്ളിൽ തന്നെ നടക്കുന്നത്. ഈ പ്രാർത്ഥനകളൊക്കെ ഉള്ളിലാണ് നടക്കുന്നത്. അതിന്റെ പ്രവർത്തനം നടക്കുന്നത് പുറത്തുള്ള ജനങ്ങളുടെ ഇടയിലാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത പ്രവർത്തിക്കുന്നത് ആളുകളുടെ ഇടയിലാണ്. അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്, അവന്റെ ജോലി സ്ഥലത്താണ്, അവന്റെ കുടുംബത്തിലാണ്, അവൻ വ്യവഹരിക്കുന്ന സമൂഹത്തിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത പ്രാവർത്തികമാവുന്നത് എന്നുള്ളതാണ്. അല്ലാണ്ട് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയും ധ്യാനവും ചെയ്ത് വീട്ടിന്റെ ഉള്ളിലെ പൂജാ റൂമിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇവൻ പോകുന്ന വിശുദ്ധ ആലയങ്ങളിലോ അല്ല, ജനങ്ങളുടെ ഇടയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത പ്രവർത്തിക്കുന്നത് അവിടെയാണ് എന്നുള്ളതാണ്. അടുത്ത ഒരു ഇതിലേക്ക് പോവാം. ഞാൻ ഒടുവിൽ 4 വർഷം മുൻപ് മദ്യാസക്തനാണ് എന്ന് സമ്മതിച്ചപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഓ ദൈവമേ, നീ എന്തിനാണ് എന്നെ? ഞങ്ങൾ ജൂതന്മാർ മദ്യപാനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അല്ലെങ്കിൽ എന്റെ നിഷേധം എന്നോട് അങ്ങനെ പറഞ്ഞു. ഇന്ന് എനിക്ക് ഇരട്ടി അനുഗ്രഹമായിരിക്കുന്നു. ഞാനൊരു യഹൂദനായ മദ്യാസക്തനാണ്. ഒരു യഹൂദനായ മദ്യാസക്തൻ, അദ്ദേഹം പറയുന്നത് തന്നെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടാണ്, അല്ലെങ്കിൽ മതപരമായിട്ട് പല ആളുകൾക്കും മദ്യപിക്കുന്നത് തെറ്റല്ല എന്ന് പറയുന്ന മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം യഹൂദ മദ്യാസക്തനും ഇല്ല, ക്രിസ്ത്യൻ മദ്യാസക്തനും ഹിന്ദു മദ്യാസക്തനും മുസ്ലിം മദ്യാസക്തനും ഒന്നും ഇല്ല. മദ്യം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവർക്കും ഒരേപോലെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇൻവെർട്ടർ കോമയിൽ ഇട്ടിട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ തുടക്കകാലത്തുള്ള അനുഭവം പറയാണ്. അദ്ദേഹം 4 വർഷത്തിന് മുൻപ് മദ്യാസക്തനാണെന്ന് സമ്മതിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വിചാരിക്കുകയാണ്, ദൈവമേ,
ഞങ്ങൾ ജൂതന്മാർ ഈ തരത്തിലുള്ള ആളുകളാണ്, ഞങ്ങൾക്ക് മദ്യം കഴിക്കുന്നതിന് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹം, ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് മാറി എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. അത് ജൂതമതത്തെ മദ്യപാനത്തിൽ നിന്നും വേർപെടുത്താൻ ഏറെക്കാലം സമയമെടുത്തു. പക്ഷെ ആ ആത്മീയതയെ സ്വീകരിക്കൽ അല്ലെങ്കിൽ എൻ്റെ മതപരമായ വിശ്വാസങ്ങളെ മാറ്റിമറിക്കേണ്ടതായിട്ടോ എന്റെ ശക്തി നിങ്ങളുടേത് പോലെ അല്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്ന നിലപാടുകളും ഇതൊന്നും മാറ്റിമറിക്കപ്പെടുന്നില്ല എന്നുള്ളത്. പക്ഷേ എന്റെ യഹൂദത്വം കൊണ്ട് തന്നെ എന്റെ മോചനത്തിന് അത് അത്യാവശ്യമായി തീർന്നു. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ മതം, ആ യഹൂദത്വം എന്ന് പറയുന്ന അദ്ദേഹം അഭിമാനിക്കുന്ന, അദ്ദേഹം ഒരു യഹൂദനാണ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നിലനിർത്തിക്കൊണ്ട് അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി ആൽക്കഹോളിക്സ് അനോണിമസ് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ തെരഞ്ഞെടുക്കാൻ പറ്റിയപ്പോ അത് തന്റെ മതത്തിനെ ബാധിക്കുന്നതല്ല, മതത്തിന്റെ പാട്ടിലേക്ക് വിടുകയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങളെ അദ്ദേഹം തന്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ തുടങ്ങിയപ്പോ ഈ മോചനത്തിന് വേണ്ടിയിട്ട് അത് പ്രാവർത്തികമായി എന്നാ പറയുന്നത്. അപ്പൊ മതമൊന്നും ഒരു പ്രശ്നമല്ല, നിങ്ങൾ ഏത് മതത്തിൽ ആയി എന്നല്ല. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ആത്മീയതയും മതമായിട്ടുള്ള ആത്മീയതയും തമ്മിൽ ബന്ധമില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ദൈവവുമായിട്ട് ഈ പറയുന്ന തത്വങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന, ഈ പറയുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിലും മറ്റുള്ളവരും പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് അനാമധേയത്വം എന്ന ആദർശം നമ്മുടെ പാരമ്പര്യങ്ങളെ നമ്മൾ അജ്ഞാതരായിരിക്കുക, മറ്റുള്ളവരാണ് പറയേണ്ടത് നമ്മളെ കൂടി നിർത്തി എന്നുള്ള. ഞാൻ AA മെമ്പറാണ് എന്നുള്ളത് ഞാൻ അങ്ങനെ കരക്കമ്പി അടിച്ച് ആൾക്കാരോട് പറഞ്ഞു നടന്നിട്ട് ഞാൻ മൊത്തത്തിൽ ഇവിടെ വളരെ മോശമായ പ്രവർത്തികൾ ചെയ്യുക, വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ബിസിനസ്സുകളും അധാർമികമായ പ്രവൃത്തിയും ചെയ്യുക, എന്നിട്ട് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമാണ്, ഞാൻ മീറ്റിംഗ് നടത്തുന്നുണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന സത്യസന്ധത അത് എന്റെ സത്യസന്ധത, അല്ലെങ്കിൽ ഇത് എന്റെ ന്യായം, മറ്റുള്ളവരെ മൊത്തം ഞാൻ പരിഗണിക്കാതെ മറ്റുള്ളവരുടെ അടുത്തു നിന്നൊക്കെ പൈസയും കടം മേടിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ പറ്റിക്കുക, എന്നിട്ട് അതിന് ഞാൻ നുടിന്യായം ശ്രമിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിൽ നടക്കാൻ അല്ല പറഞ്ഞു. എളിമയോടുകൂടി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം നടപ്പിലാക്കാൻ പറ്റണം. അതിന്റെ അളവുകോൽ എവിടെയാ കിടക്കുന്നത്? എന്റെ ഉള്ളിൽ ഞാൻ എന്റെ സത്യസന്ധമായ റിവ്യൂ എടുക്കുമ്പോൾ അവിടെ കാണാൻ പറ്റണം. അവിടെ മതബോധമൊന്നും പ്രശ്നമല്ല എന്നുള്ളതാണ്. സുബോധം ലഭിക്കണമെങ്കിൽ ദീർഘനേരം ഞാൻ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത്. സുബോധം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ദീർഘദൂരം ഈ പറയുന്ന മതങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണമെന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. എന്റെ മദ്യപാനത്തിന്റെ വർഷങ്ങളിൽ ഞാൻ എന്റെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലോകത്തിൽ നിന്ന് പോലും ഞാൻ എന്നെ തന്നെ അകറ്റി. എന്റെ മതത്തിന്റെ സന്തോഷവും പ്രാർത്ഥനയുടെ വികാരവും ഞാൻ മറന്നു. ഇപ്പോൾ ഞാൻ സുഖം പ്രാപിക്കുന്നു. എന്റെ ജീവിതത്തിൽ ആളുകളെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കും. എനിക്ക് സ്വീകരിക്കാനും സ്നേഹിക്കാനും കഴിയും. ഞാൻ മനുഷ്യവംശത്തിൽ ചേരാൻ കഴിവുള്ളവൻ. കണ്ടോ, മദ്യപാനത്തിന്റെ വർഷങ്ങളില് നമ്മൾക്ക് അറിയാം, കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലോകത്തിൽ നിന്നൊക്കെ തന്നെ നമ്മൾ അകന്നു പോകും. നമുക്ക് എല്ലാവരോടും വെറുപ്പാണ്. അതേപോലെ നമ്മളെ ആളുകൾ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്ന ചിന്തയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കുറെ സഞ്ചരിക്കുമ്പോഴാണ് മനസ്സിലാവുക. ചില ആൾക്കാർക്ക് പെട്ടെന്നാണ്, ചില ആൾക്കാർക്ക് സാവധാനം, ചില ആൾക്കാർക്ക് വളരെ വൈകിട്ടാന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മതത്തിന്റെ സന്തോഷവും പ്രാർത്ഥനയുടെ വികാരവും മറന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോ ജനിച്ചു വളർന്ന മതത്തിലേക്ക് തന്നെ പല ആളുകൾക്കും അറിയാം, ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയിട്ട് ഇവര് പ്രാർത്ഥനയിലൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ മതത്തിന്റെ തന്നെ മെയിൻ ആളുകളായിട്ട് നമ്മുടെ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും ഷെയറിങ്ങിലൊക്കെ കേൾക്കാം, ഇന്ന് ഞാൻ എന്റെ പള്ളിയിലെ വലിയ ആളായിട്ട് മാറി, അല്ലെങ്കിൽ ആ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയി, അമ്പലത്തിലെ സെക്രട്ടറി ആയി, പള്ളി കമ്മിറ്റിയിലെ ഇതായി എന്നൊക്കെ പറയുന്നേക്കാം. അപ്പോ ഇതൊക്കെ വരുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങളുടെ പ്രയോഗം നടപ്പിലാക്കുകയും മദ്യപിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് തിരിച്ച് തന്റെ മതം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്ന, ഇതിന് മുന്നേ കഴിഞ്ഞിട്ടില്ല, അത് ആലോചിക്കണം നമ്മള്. നമുക്ക് ഈ പറയുന്ന ഉത്കൃഷ്ട ചിന്തയോ സദാചാര മൂല്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന മതമൊക്കെ അവിടെ ഉണ്ട്, പണ്ടുണ്ടായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ടാണ് നമുക്ക് ഈ സംഭവം കിട്ടിയെന്നുള്ളത് നമ്മൾ മറക്കരുത്. എന്റെ മതത്തിന്റെ സന്തോഷവും പ്രാർത്ഥനയുടെ വികാരങ്ങളൊക്കെ ഞാൻ മറന്നുപോയിരുന്നു പണ്ട്. അത് പിന്നീട് എപ്പോഴാ തിരിച്ചു കിട്ടുന്നത്? ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് മദ്യാസക്തി എന്ന് പറയുന്നത് രോഗമാണ്, അത് ഒറ്റയ്ക്ക് എനിക്ക് നേരിടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിരന്തരമായി ഈ പ്രോഗ്രാമിൽ വരുമ്പോഴാ മനസ്സിലായില്ലേ. ഇപ്പോൾ ഞാൻ സുഖം പ്രാപിക്കുന്നു. സുഖം പ്രാപിച്ചു വരുമ്പോഴാണല്ലോ നമുക്ക് അഹങ്കാരം ഇങ്ങനെ വരിക. ഞാൻ ആരാ മോൻ, ഞാൻ അറിയില്ല എന്നെ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കയറി വരും. എന്റെ ജീവിതത്തിൽ ആളുകളെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കും. അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയതയാണ് പറയുന്നത്. ആളുകളെ അംഗീകരിക്കാൻ പറ്റണം. അതല്ലാണ്ട് ഞാൻ ആരാ മോൻ എന്ന് പറയുകയും മറ്റുള്ളവർ പറയുന്നതിന് ന്യായങ്ങൾ ചമച്ച്,
അല്ലെങ്കിൽ ന്യായവും തർക്കമൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാ. പക്ഷെ മറ്റു വ്യക്തി എങ്ങനെയാണോ ആ രീതിയിൽ അംഗീകരിക്കാൻ സാധിക്കണം. ഉപാധികളൊന്നും ഇല്ല അവിടെ. ആ വ്യക്തി എനിക്കനുസരിച്ച് പാകപ്പെടണം, ഞാൻ പറയുന്ന കുപ്പായം ധരിക്കണം എന്നല്ല. അയാൾ എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ യഥാർത്ഥത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പണിയുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ചെയ്യുന്നത് എന്തിനാണ്? അതിന്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ ആളുകളെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കും, എനിക്ക് സ്വീകരിക്കാനും സ്നേഹിക്കാനും കഴിയും. ഇവിടെയാണ് ആസ് വിൽ സീസ് ഇറ്റില് ബിൽ ഡബ്ല്യു എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, 100% സോബറിറ്റി 1 day at a time. എങ്ങനെയാണ് വരിക? സ്വീകരിക്കാൻ. ജീവിതത്തിലുണ്ട് സ്വീകരിക്കലും വിശ്വാസവുമാണ് ബിൽ ഡബ്ല്യു പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഭവങ്ങളെ അതായി തന്നെ സ്വീകരിക്കുക. എന്താണോ സംഭവിക്കുന്നത്, സുഖമാവട്ടെ ദുഃഖമാവട്ടെ, അതിനെ അതേപോലെ പാലത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. മദ്യത്തിൽ ഒരു ആൽക്കഹോളിക്കിന് ഒരിക്കലും അഗ്രസീവായിട്ട് അപ്പുറവും ഇപ്പുറവും പോകാൻ പറ്റില്ല. അവിടെ ആ മദ്യത്തിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാൻ ആ മനസ്സിലുണ്ടെങ്കിൽ 100% സോബർട്ടി കിട്ടുന്നുള്ള കാര്യം എന്താ വീണ്ടും പറയണേ, എനിക്ക് സ്വീകരിക്കാനും സ്നേഹിക്കാനും കഴിയും. ആളുകൾ എങ്ങനെയാണോ അങ്ങനെയാണ്, ഉപാധിയൊന്നുമില്ല. എന്റെ ഇഷ്ടത്തിന് അന്യൻ വരണം എന്നല്ല, അന്യന്റെ വാക്കിനെ സംഗീതം പോലെ കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ. അവൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുന്നവരുണ്ടാവും, എന്റെ എതിർ പാർട്ടിയിലുള്ള ആളുണ്ടാവും, ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എന്റെ ചിന്ത